നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നറിയാമോ? വീണ്ടും കുട്ടിക്കാലം. കുട്ടിക്കാലത്ത് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് കേട്ടോ. കുട്ടിക്കാലത്ത് എത്ര തവണ വന്നാലും നമുക്ക് മതി വരത്തില്ല. അതുപോലത്തെ ഒരു കിടില സ്ഥലമാണ് കുട്ടിക്കാലം. ഇന്നെന്താണോ മഴയൊന്നും ഇല്ലാത്തത്. അങ്ങനെ നമ്മൾ കുട്ടിക്കാലം എത്തിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്. ഇടത്തോട്ട് നമ്മൾ ഏലപ്പാറയ്ക്ക് പോകുന്ന വഴി പോകണം. ആ കാണുന്ന ഭാഗത്താണ് കേട്ടോ ആഷ്ലി ബംഗ്ലാവ് വരുന്നത്. നമ്മുടെ ഇയോബിൻ്റെ പുസ്തകത്തിനകത്തൊക്കെ ഒരു വീടുണ്ടല്ലോ, ആ വീടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങ് അവിടെ മരങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഇന്ന് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന വഴിയെല്ലാം ഭയങ്കരമായിട്ട് കട്ടറും കാര്യങ്ങളും കുഴികളും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഓർത്ത് മുഴുവനും ഇങ്ങനത്തെ റോഡായിരിക്കും എന്നാണ് വിചാരിച്ചു. പക്ഷേ ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കും ഇവിടെ റോഡുകൾ നല്ല കിടിലൻ റോഡായിട്ട് പണിതിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ ഈ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി നോക്കി. ഇടുക്കി ശരിക്കും സൂപ്പറാകട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇടുക്കി. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വൈബാണ്. മാണിക്യച്ചിറകുള്ള മാറത്ത് കൂരെയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി. അതിലേക്കൂടെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചെറിയ സൗണ്ട് മാത്രം നമുക്ക് കേൾക്കാം. ഇവിടെ വെള്ളം ഒഴുകുന്നുണ്ട്. അത് നല്ല രസമുണ്ട് കേൾക്കാൻ കേട്ടോ. ഇവിടെ ഒരു ആംബിയൻസ് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണുന്നുണ്ട് കേട്ടോ. അവിടെ ഒരാൾ നിൽപ്പുണ്ട് എൻ്റെ പൊന്നോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ, എന്നാ രസമല്ലേ. ആ പാലവും ചെറിയ പാലവും. അങ്ങ് താഴെ ഒരു ടീ ഫാക്ടറി കാണാം നമുക്ക്. അതുപോലെ തന്നെ വലിയൊരു ലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നത്. നമുക്കിതിൻ്റെ അങ്ങേയറ്റം എവിടെയാണെന്ന് നോക്കിയിട്ട് വരാം. ഈ റോഡിൻ്റെ അങ്ങ് വരെ ഒന്ന് പോയിട്ട് വരാം. ഇതെവിടം വരെ ഉണ്ട് ഈ റോഡൊന്ന് നോക്കിയിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ഈ സ്ഥലമൊക്കെ കാണാമേ. അവിടെ ആയിരുന്നു കേട്ടോ ടീ ഫാക്ടറിയും ലേക്കും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് മഞ്ഞ് മൂടിയിട്ട് ഒരു വക കാണത്തില്ല. അതിൻ്റെ മുകളിലൊക്കെ മലകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഈ കാണുന്നതിൻ്റെ ആ മഞ്ഞ് മൂടി നിൽക്കുന്നതിൻ്റെ മുകളിലോട്ടൊക്കെ നല്ല രീതിയിൽ മലകളൊക്കെ ഉള്ളതാണ് കേട്ടോ. കിടിലൻ തണുപ്പും നല്ല കോടയും. ഒരു അരുവി ഒഴുകി വരുന്നത് കണ്ടോ. എന്നിട്ട് നമ്മുടെ ബൈക്കിരിക്കുന്നു നോക്കി, എന്നാ ഭംഗിയാന്ന് നോക്കി. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു സ്ഥലം കണ്ടാ കേട്ടോ. ഞാനങ്ങ് വിട്ടുപോയത്, അവിടെ നിർത്താതെ അങ്ങോട്ട് പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. കോട എല്ലാം കൂടി വന്ന് മൂടിയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി ഇച്ചിരി കൂടി കൂടിയതായിട്ട് എനിക്ക് തോന്നി.